നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്യാൻസറിന് പകരമായി അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വാക്സിൻ റഷ്യ വികസിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത വർഷത്തോടുകൂടി എല്ലാവർക്കും അത് സൗജന്യമായി തന്നെ ലഭിക്കും. റഷ്യൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ടാസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ക്യാൻസർ രോഗികൾക്ക് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടറായിട്ടുള്ള ആൻഡ്രി കപ്രിനാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം തുടക്കം മുതൽ തന്നെ രോഗബാധിതരായിട്ടുള്ള റഷ്യൻ പൗരന്മാർക്ക് വാക്സിൻ സൗജന്യമായി തന്നെ കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 3 ലക്ഷം റൂബിൾ, അതായത് 2,44,000 രൂപയാണ് ഓരോ ഡോസ് വാക്സിനുമായി സർക്കാരിന് ചിലവാകുന്നത്. രോഗികൾക്ക് ഇത് സൗജന്യമായി തന്നെ നൽകി അവരെ ക്യാൻസർ മുക്തമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിനുള്ളത്. ഈ ചികിത്സയിലൂടെ ഉണ്ടാകുന്ന ഭീകരമായ സാമ്പത്തിക ഭാരം അതിനെ ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ തന്നെയാണ് റഷ്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഗവേഷണ കേന്ദ്രങ്ങളുമായി സഹകരിച്ചാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. അടുത്ത വർഷം തന്നെ 2025 ആദ്യ പാദത്തോടുകൂടി തന്നെ പൊതുമധ്യത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പുറത്തിറക്കാനുള്ള എല്ലാവിധ പ്രയത്നങ്ങളും നടത്തുകയാണ്. ഇപ്പോൾ തന്നെ വാക്സിന്റെ പ്രീ ക്ലിനിക്കൽ ട്രയലുകളിൽ ട്യൂമർ ഉണ്ടാകുന്നതിനെയും ക്യാൻസർ സാധ്യതയുള്ള മെറ്റാസ്റ്റേസുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. അത്രയധികം ഫലപ്രാപ്തിയുണ്ട്, ശേഷിയുണ്ടെന്നാണ് ഗമാലിയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ കൂടിയായുള്ള അലക്സാണ്ടർ ജിസ്ബർഗ് റഷ്യൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ വാക്സിൻ പുറത്തിറങ്ങുകയാണെങ്കിൽ ലോകത്താകമാനമുള്ള ക്യാൻസർ രോഗികൾക്ക് വലിയ ഉണർവ് നൽകുന്ന, അവർക്ക് ക്യാൻസറിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്ന ഒരു വലിയ ആശ്വാസ വാർത്തയായി മാറുകയും ചെയ്യും. ഓരോ രോഗിയുടെയും രോഗാവസ്ഥയ്ക്കും അനുസരിച്ച് ഈ വാക്സിൻ തയ്യാറാക്കേണ്ടി വരും. വ്യക്തികളുടെ ശാരീരിക പ്രത്യേകതകൾ കണക്കിലെടുക്കേണ്ടി വരും. അതനുസരിച്ചുകൊണ്ട് വാക്സിൻ തയ്യാറാക്കാനായി വിവരങ്ങൾ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് കൂടുതൽ സഹായകരമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തെയും സാങ്കേതിക വിദ്യയെയും ഉപയോഗിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ സഹായത്തോടെ ഈ വാക്സിൻ വികസിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയം. തുച്ഛമായ സമയത്തിനുള്ളിൽ തന്നെ ഇത് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രത്യേകതയാണ് ഗമാലിയ നാഷണൽ റിസർച്ച് സെന്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.